അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും മരണത്തിലെ ദുരൂഹതകൾ ഒരുപാടാണ്. ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ അനിൽകുമാറിന് എന്താണ് സംഭവിച്ചത്? ദുരൂഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയം സ്ഥിരീകരിക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിൽ വീട്ടിൽ നിന്ന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഈ പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കോ അങ്ങനെ പണം കൊടുത്താൽ കിട്ടാതെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്കൊക്കെ. അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും ദുരൂഹ മരണത്തിൽ ഒരു അനുശോചന യോഗമോ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും സ്ഥാപിക്കാൻ ഒരു നേതാക്കളും തയ്യാറാകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. CPM നേതാവിന് കയർ മുറുക്കിയത് CPM തന്നെ ഭരിക്കുന്ന മണനാക്ക് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. പണമിടപാടോ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു പൊതുവായ ഊഹം, നമ്മുടെ ഊഹാപോഹമാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഭരണസ്ഥിരാ കേന്ദ്രത്തിലുള്ളവരും മറുപടി തരേണ്ടതുണ്ട്. ചിറയൻകീഴ് വക്കം സ്വദേശി അനിൽകുമാറും കുടുംബവും ആത്മഹത്യ ചെയ്തിട്ട് 9 നാളുകൾ പിന്നിട്ടു. നാളിതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. CPM ഭരിക്കുന്ന വക്കം മണനാക്ക് വെൽഫെയർ സഹകരണ ബാങ്കിലെ കാഷ്യറായ അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും മരണത്തിലെ ദുരൂഹതകൾ ഒരുപാടാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഭരണസ്ഥിരാ കേന്ദ്രത്തിലുള്ളവരും മറുപടി തരേണ്ടതുണ്ട്. സംഭവ ദിവസം ബാങ്കിൽ നിന്ന് വീട്ടിലെത്തിയ അനിൽകുമാറിന് എന്താണ് സംഭവിച്ചത്? സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുമ്പോഴും തീർക്കാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ മെമ്പറാണ് കൂടെയുള്ളത്. ഈ പ്രദേശത്ത് ഇത്രയധികം ആഴത്തിലുണ്ടായൊരു സംഭവമായിട്ട് നാളിതുവരെ ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ ഒരു അനുശോചന യോഗോ ഒന്നും തന്നെ കണ്ടില്ല. ഒന്നാമതായിട്ട് ഈ അനിൽകുമാർ എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ DFIയുടെ പ്രവർത്തകനാണ്. അദ്ദേഹം വളർന്ന് വലുതായി മരിക്കുന്നത് അന്ന് വരെ അദ്ദേഹം ഇതിൻ്റെ ആത്മാർത്ഥ പ്രവർത്തകനായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് ഇതിന് മേലുള്ള അദ്ദേഹത്തിനുണ്ടായ അനുഭവം? എന്തെങ്കിലും ദുരനുഭവമായിരിക്കാം അദ്ദേഹത്തിന് ഇത് പ്രേരിപ്പിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. ഓക്കെ, മരണകാരണമല്ല ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ഇതിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വീട് വയ്ക്കുന്നതിന് ആദ്യമേ കുറച്ച് പണം ലോണൊക്കെ എടുത്ത് അദ്ദേഹം വീട് വെച്ച്, ഇത് ഒരു പഴയ വീട് ഇതിനകത്തുണ്ടായിരുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്താണ് ഇത്രയും വലിയൊരു വീടാക്കിയത്. അദ്ദേഹം അക്കാലത്ത് കൊച്ചുങ്ങളൊക്കെ കുട്ടികളായിരുന്നു. അടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അപ്പോഴൊക്കെ അടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത്. ഈ അടുത്ത സമയത്ത് മോനൊന്ന് ആക്സിഡന്റ് ആയി. 2019 കോവിഡ് കാലത്താണ്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വന്നു. അത് ധാരാളം വായ്പകൾ വാങ്ങിയിരുന്നു. അത് പാർട്ടി പ്രവർത്തകരെ സഹായിച്ചു. എന്നാലും നമുക്ക് ഒരു മനുഷ്യായുസ് കൊണ്ട് തീർക്കാവുന്ന കടങ്ങളെ മനുഷ്യായുസ് കൊണ്ട് ഒരു 10-20 ലക്ഷത്തിനകം അത്രയൊക്കെ വരത്തുള്ളൂ. അല്ല, അടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിനും ആരെയും കൈകഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അനിൽകുമാർ. ആരുടെ വ്യക്തിത്വം ഏതൊരു പ്രവർത്തനത്തിനും അദ്ദേഹം മുൻപന്തിയിലായിരിക്കും. അത് പാർട്ടി ഭേദമന്യേ. ഇപ്പൊ ഇന്ന പാർട്ടിക്കാരനൊന്നും നോക്കുന്ന ഒരു വ്യക്തിയല്ല, ഇന്ന ജാതിക്കാരനൊന്നും നോക്കുന്ന വ്യക്തിയല്ല. സാമൂഹ്യമായ അഭേദ്യ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് എന്നിട്ടും അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു അനുശോചന യോഗം പോലും നിങ്ങൾ സംഘടിപ്പിച്ചില്ല. അനുശോചന യോഗം നമ്മൾ സംഘടിപ്പിക്കാത്ത പ്രധാനപ്പെട്ട കാരണം ആദ്യമേ ഞാൻ പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ ഏറ്റവും വലിയ ഈ വക്കം വെളിളാം പ്രദേശത്തെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് CPIയുടെ. അദ്ദേഹമാണ് ഇവിടെ മറ്റുള്ളവരെ കൂടെ ഈ മേഖലയിലോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള പാർട്ടി പ്രവർത്തകരാരും ഒരു അനുശോചന യോഗം സംഘടിപ്പിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 2 കുട്ടികളാണുള്ളത്. അവർ രണ്ടുപേരും വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ്. പിന്നെ ഒരു DYFI പ്രവർത്തകരുമാണ്. അതിന്റെ സംഘാടനത്തിന്റെ പ്രമുഖ മുൻപന്തിയിൽ നിൽക്കുന്ന 2 കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യും എന്ന് ആർക്കും തോന്നിയിട്ടില്ല. പിറ്റേ ദിവസം വരെ അവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവരുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എപ്പോഴും സന്തോഷത്തോടുകൂടിയാണ് അവരെല്ലാവരോടും ഇടപെടുന്നത്. സന്തുഷ്ട കുടുംബം തന്നെ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഫാമിലി പ്രോബ്ലംസ് അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല.
ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ബാങ്കിൽ എന്തെങ്കിലും നിന്ന് ഉള്ളതായിട്ട് ഭീഷണി ഉണ്ടായിട്ടുള്ള അനിൽകുമാർ പറഞ്ഞിട്ടില്ല. പിന്നെ ബാങ്കിൽ പണമിടപാടോ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പൊ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു പൊതുവായ ഊഹം, നമ്മുടെ ഊഹാപോഹമാണ്. അല്ലാതെ നമുക്ക് ശരിയായ വിവരങ്ങളൊന്നുമില്ല. അദ്ദേഹം സംഭവ ദിവസം ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. സംഭവ ദിവസം ബാങ്കിൽ പോയിട്ടുണ്ടെന്നും പറയുന്നു, പോയിട്ടില്ല എന്നും പറയുന്നു. അദ്ദേഹം ബാങ്കിൽ പോകുന്ന എല്ലാ ദിവസവും പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹം അന്ന് അദ്ദേഹം മണനാക്ക് ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് മാനേജറാണ്. പിന്നെ ഒന്നും ഈട് വയ്ക്കാതെ ആർക്കെങ്കിലും പണം വായ്പ കൊടുത്തോ, ഈ പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കോ അങ്ങനെ പണം കൊടുത്ത് അയാൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പൊ പ്രതിഷേധത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നപ്പോ ഇവിടെ നിന്ന് കിട്ടിയ ഡയറിയിലെ റിപ്പോർട്ട് ഒന്നും നമുക്ക് ആർക്കും ഇതുവരെ ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടു. ഇനിയിപ്പോ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ നമ്മൾ പോയി ചോദിക്കുള്ളൂ. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഡയറിയിലെ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ല. ഡയറിയിലും ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. അതിന്റെ കാര്യങ്ങളും അതിന്റെ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ അന്വേഷിച്ചിരുന്നു. അത് പിന്നെ പുറത്തു വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം. അപ്പൊ ഈ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ആരോപിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഈ മാസം 8-ാം തീയതി ഇതിന്റെ ദുരൂഹത അല്ലെങ്കിൽ മരണത്തെ കുറിച്ചുള്ള ദുരൂഹതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് 8-ാം തീയതി രൂപീകരിക്കും, ഞായറാഴ്ച. ഇനി സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി. അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും ആത്മഹത്യ അറിഞ്ഞ് സ്ഥലത്ത് ആദ്യം എത്തിയത് അഞ്ചുതെങ്ങ് SHO ആണ്. നിലവിൽ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സ്ഥലം. പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിൽ വീട്ടിൽ നിന്ന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറാകാത്തത് എന്തുകൊണ്ട്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും നാളിതുവരെ നൽകിയിട്ടില്ല. വർഷങ്ങളായി CPM-ന്റെയും DYFIയുടെയും ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ച അനിൽകുമാറിന്റെയും കുടുംബത്തിന്റെയും ദുരൂഹ മരണത്തിൽ ഒരു അനുശോചന യോഗമോ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും സ്ഥാപിക്കാൻ ഒരു നേതാക്കളും തയ്യാറാകാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലെ വൻ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്ത കരുവന്നൂർ ബാങ്ക് കേസ് ഉൾപ്പെടെ പാർട്ടി പരിപാടിയിൽ മുങ്ങുന്ന വൻ ക്രമക്കേടുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. CPM നേതാവിന് കയർ മുറുക്കിയത് CPM തന്നെ ഭരിക്കുന്ന മണനാക്ക് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട നിയമ സംവിധാനം കുടപിടിക്കുന്നത് ആരെ മറയ്ക്കാൻ? ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.